ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ശിമിയോന് പത്രോസ് എന്ന പുതിയ പേര് നൽകിയത് ഈശോയാണ്. പാറ പോലെ ഉറച്ചു നിൽക്കാതെ ഈശോയെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അങ്ങനെ പഴയൊരവസ്ഥയിലേക്ക് വീണ്ടും പത്രോസ് പോയി എന്ന് സൂചിപ്പിക്കാനായിരിക്കാം ഈശോ ശിമിയോനെ എന്നാണ് വിളിക്കുന്നത്. 3 പ്രാവശ്യം ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിൻ്റെ സൂചനയാണത്. ആദ്യ ചോദ്യത്തിൽ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പത്രോസ് നേതാവാണ്, മറ്റുള്ളവരെ നയിക്കേണ്ടതാണ്. ഈശോയെ മറ്റുള്ളവരെക്കാൾ സ്നേഹിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. വീണ്ടും 2 പ്രാവശ്യം കൂടെ പത്രോസിനോട് ഈശോ ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശിഷ്യന്മാരും മറ്റുള്ളവരുമൊക്കെ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പത്രോസ് ഈശോയെ സ്നേഹിക്കണം. അതുപോലെ തന്നെ മറ്റ് സ്ഥാനമാനങ്ങൾ, വസ്തുക്കളെക്കാൾ ഉപരിയായി പത്രോസ് ഈശോയെ സ്നേഹിക്കണം. ആ ഒരു സൂചന ഈ ചോദ്യങ്ങളിലുണ്ട്. നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനാണ്, ഈശോയെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കാൻ. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ, സ്ഥാനമാനങ്ങളും വസ്തുക്കളും ആഗ്രഹിക്കാതെ ഈശോയെ സ്നേഹിക്കാൻ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.